നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ UK എമിഗ്രേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഡേറ്റ UK പുറത്തുവിട്ടു. 2024 ജൂണിൽ അവസാനിക്കുന്ന വർഷത്തിൽ എല്ലാ തൊഴിൽ വിഭാഗങ്ങളിലെയും പ്രധാന അപേക്ഷകർക്ക് 2,86,382 വിസകൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളിലേക്കാൾ 11% കുറവാണ്. 2024 ജൂണിൽ അവസാനിക്കുന്ന വർഷത്തെ ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിൽ 89,095 വിസകൾ അനുവദിച്ചിട്ടുണ്ട്. 2022 ജൂണിലെ അവസാനിക്കുന്ന വർഷത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് 4,32,225 സ്പോൺസേഡ് സ്റ്റഡി വിസകൾ അനുവദിച്ചിട്ടുണ്ട്. 1,37,020 സെറ്റിൽമെന്റ് ഗ്രാന്റുകളും 2026 ജൂണിൽ അവസാനിക്കുന്ന വർഷത്തിൽ അനുവദിച്ചിട്ടുണ്ട്. 21 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധിത പരിശോധന എംപോക്സ് ബാധയുടെ പശ്ചാത്തലത്തിൽ അധികാരികൾ കർശനമായ എംപോക്സ് കണ്ടെയ്ൻമെന്റ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ ബാംഗ്ലൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പകർച്ചവ്യാധി പോലുള്ള സാഹചര്യം കണക്കിലെടുത്ത് 21 ദിവസത്തെ ക്വാറന്റൈനും നിർബന്ധിത പരിശോധനാ റിപ്പോർട്ടുകളും എല്ലാം അന്താരാഷ്ട്ര യാത്രക്കാർക്കും കർശനമാക്കി. COVID-19 പാൻഡമിക് സമയത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾക്ക് സമാനമാണിത്. ഓഗസ്റ്റ് 14 ലോകാരോഗ്യ സംഘടന മങ്കി പോക്സ് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. GP അപ്പോയിന്റ്മെന്റുകൾക്ക് 4 ആഴ്ച നീളുന്ന റെക്കോർഡ് കാത്തിരിപ്പ്. ഈ വർഷം ഈ കാത്തിരിപ്പ് വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ജൂലൈ വരെ 7 മാസങ്ങളിൽ GP അപ്പോയിന്റ്മെന്റിന് 4 അതിലേറെയോ ആഴ്ചകൾ കാത്തിരിക്കുന്നവരുടെ എണ്ണം 10.3 മില്യണിലാണെന്ന് NHS ഡേറ്റ പരിശോധിച്ച ലിബറൽ ഡെമോക്രാറ്റുകൾ കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1.7 മില്യൺ കൂടുതലാണിത്. ഗ്ലോസസ്റ്റർഷെയറിലാണ് 4 ആഴ്ച കാത്തിരിപ്പ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത്. ഡെർബിഷെയർ, ഗ്ലോസപ്പ്, ഡോർസെറ്റ്, ഷോർലി, സൗത്ത് റിബൽ എന്നിവിടങ്ങളിൽ 9% രോഗികളും ഈ സ്ഥിതി നേരിടുന്നു. GPമാർ സമര നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ആശങ്ക. ഈസ്റ്റ് ലണ്ടനിൽ 30 വയസ്സുകാരിയെ കുത്തിക്കൊലപ്പെടുത്തി. സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കാണ് ടവർ ഹാംലെറ്റിലെ ഡക്കൻ സ്ട്രീറ്റിൽ നിന്ന് ഒരു സ്ത്രീക്ക് കുത്തേറ്റതായി പോലീസിന് വിവരം ലഭിച്ചത്. ഉടൻ സംഭവസ്ഥലത്ത് ആംബുലൻസ് സർവീസ് എത്തിയിരുന്നുവെങ്കിലും സംഭവസ്ഥലത്ത് തന്നെ സ്ത്രീ മരിക്കുകയായിരുന്നു. കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും പോലീസിന്റെ പെട്ടെന്നുള്ള ഇടപെടലുകൾ മൂലം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി കൈവരിച്ചതായും 2 പേരെ അറസ്റ്റ് ചെയ്തതായും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മെറ്റ് സ്പെഷ്യലിസ്റ്റ് ക്രൈം കമാൻഡിലെ ആക്ടിംഗ് ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ ബെൻ ഡാലോവോ പറഞ്ഞു. ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 8 പേർക്ക് ദാരുണാന്ത്യം. വടക്കൻ ഫ്രാൻസിൽ ബോലോൺ സുർമറിന് സമീപം രാത്രിയാണ് സംഭവം നടന്നത്. എറിത്രിയ, സുഡാൻ, സിറിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 60ഓളം കുടിയേറ്റക്കാരുമായി വന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 53 പേരെ എമർജൻസി സർവീസുകൾ രക്ഷപ്പെടുത്തി. ഹൈപ്പോതൈമിസ് ബാധിച്ച ഒരു കുഞ്ഞുൾപ്പെടെ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിലായി 4 വ്യത്യസ്ത ബോട്ടുകളിൽ നിന്ന് 200 പേരെയാണ് ഫ്രഞ്ച് മാരിടൈം അധികൃതർ രക്ഷപ്പെടുത്തിയത്. അടുത്തിടെ നടന്ന 8 മരണങ്ങൾ ഉൾപ്പെടെ ഈ വർഷം ചാനലിൽ 45 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ വർഷം ഇതുവരെ 21,000 പേർ ഇംഗ്ലീഷ് ചാനൽ കടന്നിട്ടുണ്ട്. വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനായി UK മന്ത്രിമാർ ഗൾഫ് സന്ദർശിക്കുന്നു. ഈ മേഖലയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിച്ച് UK സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ട്രേഡ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സും വ്യാപാര മന്ത്രി ഡഗ്ലസ് അലക്സാണ്ടറും GCCയിൽ ഇന്ന് റിയാദിൽ കൂടിക്കാഴ്ച നടത്തും. ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ 6 രാജ്യങ്ങൾ ചേർന്നതാണ് GCC. ഈ ഗ്രൂപ്പുമായുള്ള UKയുടെ വ്യാപാര ബന്ധം ഇതിനകം 57 മില്യൺ പൗണ്ടാണ്. ഇന്ത്യ, സ്വിറ്റ്സർലൻഡ്, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് വ്യാപാര കരാർ നൽകാൻ പദ്ധതിയിടുന്നതായി ജൂലൈയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ മൂലധനം ആകർഷിച്ചുകൊണ്ട് വളർച്ച സൃഷ്ടിക്കാനാണ് പദ്ധതി. സൗദി അറേബ്യയുടെ സ്റ്റോറിൻ വെൽത്ത് ഫണ്ട് നിലവിൽ ഖത്തറിന്റെ 20% ഉടമസ്ഥതയിലുള്ള ഹീത്രൂ വിമാനത്താവളത്തിൽ ഒരു ഓഹരി വാങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ UKയിൽ നിക്ഷേപകരാണ്. സാമ്പത്തിക വളർച്ചയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അതിനായി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് റെയ്നോൾഡ്സ് പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.